ശനിയാഴ്ച ദിവസം എടുത്തിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. ശനിയാഴ്ച ആണെങ്കിലും ശരി, മറ്റേത് ദിവസമാണെങ്കിലും ശരി, അവധി ഇല്ലായ്മ ഇതൊന്നും നോക്കണ്ട. ഏത് ദിവസമാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ ഈ കാര്യം തന്നെയായിരിക്കും കേട്ടോ ചെയ്യാനുള്ളത്. തലേന്ന് കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങൾ അവിടെ തന്നെ ഇരിപ്പുണ്ടാവും, അതെല്ലാം ഒന്ന് എടുത്തു വെക്കുക. അതുപോലെ തന്നെ ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി കുടിക്കുക. പിന്നെ ഉണ്ടാക്കി കുടിക്കുന്നത് പലപ്പോഴും ഇരുന്ന് കുടിക്കൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് വീക്ക് ഡേയ്സ് സ്കൂളൊക്കെ ഉള്ളപ്പം. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ശനിയാഴ്ചയാണ്, അത് മാത്രമല്ല കുറേ പരിപാടികൾ ഉണ്ടെങ്കിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ. അത് മാത്രമല്ല കുറേ കാര്യങ്ങളെല്ലാം തലേ ദിവസം ചെയ്തു വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം കിട്ടി രാവിലെ. അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പ്ലാനറൊക്കെ എടുത്ത് നോക്കി അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചായ കൂടി രാവിലത്തെ വീക്ക് ഡേയ്സ് ആണെങ്കിൽ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷമായിരിക്കും ഈ പ്ലാനറൊക്കെ ചിലപ്പോൾ എടുത്ത് നോക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും മറക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ല ഇന്ന് കുറച്ചധികം പരിപാടി ഉണ്ടെന്ന്, തലേന്നലത്തെ പരിപാടികളും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം സ്നാക്ക് ഇതുപോലെ ബിഗ് ഷോപ്പറിലേക്ക് ഒരു വലിയൊരു പ്രൈമാർക്കിന്റെ കവറാണ്, അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് യുക്മയുടെ സ്പോർട്സ് ഡേ ഉണ്ട്, അപ്പൊ അതിന് പോകണം കേട്ടോ. രാവിലെ തന്നെ സനവ് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന്റെ സീസൺ ആണല്ലോ, ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കണല്ലോ, ഏത് സമയമാണെങ്കിലും എല്ലാ സമയത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ കാണുന്ന തിരക്കിലാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്കിന്ന് യുക്മയുടെ സ്പോർട്സ് ഡേ ഉണ്ട്. കഴിഞ്ഞ ദിവസം സ്പോർട്സ് ഡേയുടെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡുങ്കുഡു ആണെങ്കിലും സനോയ ആണെങ്കിലും യുക്മയിലേക്ക് പങ്കെടുക്കുന്നുണ്ടെന്ന്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടികളാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, 2 ബോട്ടിലൊക്കെ വെള്ളം നിറച്ചു വെച്ചു. സ്നാക്സ് എല്ലാം ഞാൻ വലിയൊരു കവറിൽ ബിഗ് ഷോപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. അതൊരൊറ്റ ദിവസത്തേക്കുള്ള സ്നാക്ക് അല്ല കേട്ടോ, നമുക്ക് നാളെയും ഒരു പരിപാടി ഉണ്ട്. അപ്പൊ 2 ദിവസം അടുപ്പിച്ചായിട്ടുള്ള പരിപാടികളുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്നാക്ക് എല്ലാം കൂടി കാറിലല്ലേ വെക്കുന്നത്, അപ്പൊ അതെല്ലാം കൂടി അങ്ങനെ തന്നെ അങ്ങ് വെച്ചു കേട്ടോ. അപ്പൊ പിന്നെ ഞായറാഴ്ചത്തേക്കും അങ്ങനെ ഒരു എളുപ്പപ്പണി ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം തൊപ്പിയും കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്പെയർ ക്ലോത്തും അതുപോലെ തന്നെ ബാഗിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ബാഗിനകത്ത് ഒരു ബോട്ടിൽ വെച്ചു, പിന്നെ അതുപോലെ ഒരു വൈപ്സും വെച്ചു. എന്നിട്ട് ഒരു ബോട്ടിൽ വെള്ളം ഞാൻ എന്താ വെച്ചാൽ കാറിനകത്തേക്ക് വെച്ചു കേട്ടോ. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ബാഗ് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് ഒരു എല്ലാം കൂടി കുത്തി നിറച്ച് കഴിഞ്ഞാൽ ബാഗ് ഭയങ്കര ഫുള്ളാവും. അത് കഴിഞ്ഞത് ആ ഫോൺ ചാർജിൽ കുത്തിയിട്ട് ഞാൻ റെഡി ആവാനുള്ള പരിപാടികൾക്ക് പോയി. എല്ലാവരും റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉടായിപ്പ് തട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇവർക്ക് പോട്ട് നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പോട്ട് നൂഡിൽസ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ റെഡിയാക്കി. നമുക്ക് സമയം വൈകി, കാരണം ഏകദേശം ഒരു 9:30 നമുക്ക് അവിടെ എത്തണം. ബർമിംഗാമിലായിരുന്നു കേട്ടോ യുക്മയുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും, 8 മണി എന്ന് പറഞ്ഞിട്ട് 8:30 ആവാറായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ. അപ്പോൾ അത് കാരണം പിന്നെ കഴിപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. നമ്മൾ വേഗം തന്നെ പോട്ട് നൂഡിൽസ് ആയതുകൊണ്ട് നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ബർമിംഗാമിലാണ്, കുറച്ചധികം വഴിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്നാക്സും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ വഴി നീളെ വിശപ്പും കാര്യങ്ങളും ഉണ്ടാവും. അത് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാവും, തിരിച്ചു വരുമ്പോഴും ഉണ്ടാവും. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ യുക്മ സ്പോർട്സ്, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞല്ലോ സ്പോർട്സിന് അങ്ങനെ പങ്കെടുക്കാൻ പോവാറില്ല. പിന്നെ ഇത്തവണ ഒന്ന് പങ്കെടുത്തു, ഒരു എക്സ്പീരിയൻസിന് വേണ്ടി പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ യുക്മയിലേക്ക് കിട്ടി എന്ന് കണ്ടപ്പോഴാണ് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാരണം അതിൻ്റെ അകത്ത് ചെന്നിട്ട് എന്താണ് അവസ്ഥ, ഫുഡ് ഒക്കെ അവിടെ അവൈലബിൾ ആണോ ഒന്നും നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സ്നാക്സ് വലിച്ചു വാരി കെട്ടിക്കൊണ്ടുപോയത് കേട്ടോ. ഫസ്റ്റ് ടൈമിൽ എപ്പോഴും നമുക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല എല്ലാ കാര്യത്തിലും, അതുകൊണ്ട് കുറച്ച് ഓവറായിട്ട് തന്നെ എടുത്തു വെക്കുമല്ലോ. അങ്ങനെ 1.5 മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. നല്ല വലിയൊരു സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു, അബേ സ്റ്റേഡിയം എന്ന് പറഞ്ഞൊരു സ്റ്റേഡിയത്തിലായിരുന്നു നമ്മുടെ സ്പോർട്സ് ഡേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർക്കിംഗ് എല്ലാം ഏരിയ നമുക്ക് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. നോട്ടിംഗ്ഹാമിനെ ഓരോ അസോസിയേഷൻകാരുണ്ട് അവിടെ. യുക്മ എന്താണെന്ന് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞില്ല എന്നുള്ളത്. യുക്മ എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ മലയാളി അസോസിയേഷൻ്റെയും ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടാവും. അവരാണ് പങ്കെടുക്കുന്നത്, നമ്മുടെ അസോസിയേഷൻകാർ മാത്രമല്ല. അപ്പോൾ നമ്മുടെ NMCA എന്നാണ് നമ്മൾ പറയുന്നത്, നോട്ടിംഗ്ഹാം മലയാളി കൾച്ചറൽ അസോസിയേഷൻ ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജേഴ്സി, പങ്കെടുക്കുന്നവർക്കെല്ലാം ജേഴ്സി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല, ഇത്തിരി വലിയവർക്കൊക്കെ. ഇത് ഇനോഗ്രേഷൻ പരിപാടിയാണ് കേട്ടോ. എന്താ പറയുക, അതിനും ഈ പറഞ്ഞ പോലെ പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാം ഉണ്ട് കേട്ടോ, നമ്മുടെ ഓരോ അസോസിയേഷനുള്ള പോലെ തന്നെ. അപ്പോൾ അത് പല പല സ്ഥലത്തെ ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ഓരോരുത്തർ, ചിലവരൊക്കെ ജേഴ്സി ഉണ്ടായിരുന്നു കേട്ടോ, ഓരോ അസോസിയേഷനും ചിലവർക്കൊക്കെ ജേഴ്സിയും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഗ് ഒക്കെ എടുത്ത് പൊക്കി നമുക്ക് ഇനോഗ്രേഷൻ പരിപാടികളെല്ലാം ഭംഗിയായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. മാർച്ചും കാര്യങ്ങളുണ്ടായിരുന്നു, അതൊന്നും എനിക്ക് നമ്മൾ ആ മാർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപാടികൾ തുടങ്ങുകയാണ്. നമുക്ക് ഈ ട്രാക്കിലാണ് നമ്മുടെ റണ്ണിങ് റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലുണ്ടല്ലോ ഇവിടെ ബോയ്സിന്റെ സെക്ഷൻ ആയിരുന്നു, ഏജ് കാറ്റഗറൈസ് ആയിട്ടും അതുപോലെ തന്നെ ജെൻഡർ കാറ്റഗറൈസ് ആയിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മെയിൽസിന്റെ നടക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലെ ട്രാക്കിൽ ഗേൾസിന്റെ
റണ്ണിങ് റേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഏജ് കാറ്റഗറൈസ് ആയിട്ടാണ്. അപ്പൊ കുഞ്ഞു പിള്ളേരുടെ പരിപാടികളായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്ന. കുഞ്ഞു പിള്ളേരുടെ 50 മീറ്ററിന്റെ റേസ് ആയിരുന്നു ആദ്യം നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് നടക്കുന്നത് പോലെ തന്നെ പാരലായിട്ട് ഇപ്പുറത്ത് ഷോർട്ട് പുട്ടും അതുപോലെ അപ്പുറത്തെ സൈഡിൽ ലോങ് ജമ്പും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നല്ല ബഹളമാണ് കേട്ടോ, നല്ല ആരവാണ്. ഓരോ അസോസിയേഷൻകാരും അവരുടെ ടീമിനെ എന്താ പറയുക എൻകറേജ് ചെയ്യുന്ന സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് ലൈവായിട്ടും കൂടി കേൾക്കണ്ടേ? അത് കേൾക്കാവേ. ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്താണ് ആ സ്പിരിറ്റ് എന്നുള്ളത്. ഇത് ബഹളത്തിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഓരോ അസോസിയേഷനിൽ നിന്നും ഇങ്ങനെ ജയിക്കുന്നവർ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടുന്നവരെ പിന്നീട് നാഷണൽ ലെവലിലേക്ക് അവർ കൊണ്ടുപോകും. ഇത് റീജിയണൽ എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആ ഒരു സ്ഥലത്തെ ആൾക്കാരുടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇപ്പുറത്തെ ലോങ് ജമ്പും കൂടി നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡുങ്കുടു 100 മീറ്ററിനും 200 മീറ്ററിനും ആയിരുന്നു പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 100 മീറ്ററിന്റെ അവളുടെ റണ്ണിങ് റേസ് ആണ് കേട്ടോ നടക്കുന്നത്. വ്യക്തമായിട്ട് തന്നെ കണ്ടിട്ടുണ്ടാവും 4th പൊസിഷനിലാണ് അവൾ വന്ന് എത്തിയത്. അതുകൊണ്ട് നാഷണൽ ലെവലിലേക്ക് അവൾ കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ അവൾക്ക് നല്ല വെതർ ആണെങ്കിൽ ഒരു വല്ലാത്ത വെതറാണ്. ഈ ലോങ് ജമ്പിന്റെ കുറച്ച് വിഷ്വൽസ് ആണ്. ആ മൂന്നാമത്തെ ചാട്ടത്തിന് ചെറുതായിട്ട് ഒന്ന് ഉളുക്കിയ പോലെ ആയിട്ടോ സനോവിന്. അതോടുകൂടി തന്നെ കാലം ഒരു വല്ലാത്ത സുഖമില്ലാത്ത അവസ്ഥയായി. ചെറിയൊരു നമ്മുടെ ഫുഡിന്റെ ഒരു കൗണ്ടർ പോലെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കൊവൻട്രിയിൽ ഒരു ടീമായിരുന്നേ. അപ്പൊ ഡുങ്കുടൂന് ഞാൻ ഇടിയപ്പവും മുട്ടയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഉഴുന്നുവട കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ബിരിയാണിയൊക്കെ വരാൻ അരമണിക്കൂർ കൂടി വെയിറ്റ് ചെയ്ത ബിരിയാണി വരുമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ ഡുങ്കുടൂന് ഞാൻ വേഗം കൊടുത്തു. കാരണം ഇനി അവൾക്ക് 200 മീറ്ററിന്റെ കൂടി ഉണ്ട്. അപ്പൊ അതിന് ഭക്ഷണം കഴിച്ച അപ്പം തന്നെ ഓടാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവൾക്ക് ആദ്യം തന്നെ ഇടിയപ്പം ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് ഈ പൊസിഷനിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇരിക്കുന്ന ഒരു ഇവിടെ നമ്മുടെ മെയിൽ കാറ്റഗറൈസിന്റെ ആയിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ 100 മീറ്ററും എല്ലാം അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നിട്ട് പിന്നെ അതെല്ലാം കണ്ട് അവരെയൊക്കെ ചെയർ ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ഈ റണ്ണിങ് റേസ് ഒക്കെ ഉണ്ടല്ലോ ഓരോ ഏജ് കാറ്റഗറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. കാരണം ഒരു 100 മീറ്ററിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും പേര് ഓടി കഴിയുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ. പക്ഷെ ഷോർട്ട് പുട്ടും ലോങ് ജമ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ തന്നെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഡിലേ ആയിട്ടായിരുന്നു കേട്ടോ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഏകദേശം ഈ 100 മീറ്ററിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് 400 മീറ്റർ ഒക്കെ 400 മീറ്റർ അല്ല 200 മീറ്റർ തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഹാഫ് ഓഫ് ദ ട്രാക്കും യൂസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഓരോന്നിങ്ങനെ കണ്ട് ഇവളുടെ ആ ഒരു സമയത്ത് വിളിക്കുന്നതും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. ഓരോ അസോസിയേഷൻകാരും വന്നിരിക്കുന്ന കാണുമ്പം അവർ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇത് തന്നെ ഇങ്ങനെ പാട്ട് ഒരു വർഷം 1.5 കൂടിപ്പോയി 1 വർഷമായിട്ട് ഇതന്നെ പാട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തോന്നും. അപ്പം അങ്ങനെയുള്ള ഒരു ഇതാണ്. ഈ ജേഴ്സി ഉള്ളതുകൊണ്ട് നമുക്ക് NMCനൊക്കെ ഓരോരുത്തരെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ലോങ് ജമ്പിന്റെ പിള്ളേരുടെ സെക്ഷനും കൂടി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെയാണ് ഈ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡുങ്കുടുനെ ഞാൻ ലോങ് ജമ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ലോങ് ജമ്പ് ഇവിടെ ഉണ്ടല്ലോ പൊതുവെ സ്കൂൾ
സ്കൂളുകളിലൊന്നും അങ്ങനെ ലോങ് ജമ്പ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറില്ല എന്നാണ്. ഇവരുടെ അവിടെ ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് അതിനുള്ള വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ 200 മീറ്ററിന്റെ റണ്ണിങ് റേസ് ഡുങ്കുടുവിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ കുറെ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ 200 മീറ്ററിന്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ 2 സെക്ഷൻ ആയിട്ടാണ് നടത്തിയത്. അപ്പൊ ഇവരുടെ സെക്ഷനിൽ 4 പേര് വെച്ചിട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. എന്നിട്ട് ഇതിനകത്ത് 3 പേര് എടുത്തിട്ട് പിന്നെ അടുത്തതിൽ 3 പേര് എടുത്ത് അങ്ങനെ ഫൈനൽ നടത്തുകയാണ് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവൾക്ക് കിട്ടിയില്ല. അവൾക്ക് ആ 4th പൊസിഷനിലേക്ക് പോയതുകൊണ്ട് അതും കിട്ടിയില്ല കേട്ടോ. സനോയിനാണെങ്കിൽ ലോങ് ജമ്പിൽ കിട്ടിയില്ല. പിന്നെ ഈ പറഞ്ഞ 400 മീറ്ററിന് സനോയി പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ലോങ് ജമ്പിന് പോയപ്പോൾ തന്നെ കാല് ചെറുതായിട്ട് ഉളുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 400 മീറ്റർ പോയിട്ട് 50 മീറ്റർ പോലും ഓടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല കേട്ടോ സനോയി. അപ്പൊ പങ്കെടുക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ 400 മീറ്ററിന്റെ 400 മീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഫുൾ സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇത് ഫുള്ള് നമ്മൾ റേസ് ചെയ്ത് ഓടി വരണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ആള് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു റൂൾസ് ഉണ്ടായിരുന്നേ. അതായത് നമുക്ക് 2 ട്രാക്കിന്റെ ഇതേ പറ്റുള്ളൂ. അതായത് 100 മീറ്റർ 200 മീറ്റർ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് 400 മീറ്റർ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും 400 മീറ്ററിന് പേര് കൊടുത്തതല്ലേ, പേര് അവർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പേര് കൊടുത്തതല്ലേ എന്ന് പറഞ്ഞ സനോയി ഇറങ്ങി കേട്ടോ. പക്ഷെ ഞാൻ അപ്പളേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസ്ക് എടുക്കരുത്, നമുക്ക് സ്പോർട്സ് വേറെ കാര്യമാണ്, നമുക്ക് നമ്മുടെ ഹെൽത്ത് ആദ്യം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെയല്ല സനോയിന് വേദന ഭയങ്കരമായിട്ട് കൂടി, പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പൊ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സനോയി അവിടെ പകുതിയിൽ വെച്ച് നിർത്തി. ഇതാ അവിടെ കിടപ്പായി കേട്ടോ. കാല് നല്ല വേദന എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഇങ്ങനെ ചിരിച്ചു വിടുന്നുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് ചെറിയ ടെൻഷനൊക്കെ വന്നില്ല എന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇതെല്ലാം എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റും സെക്കൻഡും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എന്താ പറയുക സ്റ്റാൻഡും അതുപോലെ തന്നെ ട്രോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൈനൽ ആയിട്ടുണ്ടായിരുന്ന റിലേ ആയിരുന്നേ. റിലേ എങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കോമൺ ആയിട്ടായിരുന്നു. അതായത് മെയിൽസിനാണെങ്കിൽ ഫീമെയിൽസിനും കോമൺ ആയിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ അസോസിയേഷൻകാരാണ് കേട്ടോ പങ്കെടുക്കുന്നത്. അതായത് ഇപ്പൊ NMCA പങ്കെടുക്കും, അവർ 4 പേര്, അതുപോലെ ബാക്കിയുള്ള അസോസിയേഷൻ്റെ ഓരോരുത്തരുടെയും 4 പേര് വെച്ചിട്ടാണ് പങ്കെടുക്കുന്നത്. അങ്ങനെ അവരുടെ നമ്മുടെ ഗേൾസിന്റെ കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഇച്ചിരി കൂടി അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ബാക്കിയുള്ള അസോസിയേഷനിൽ നിന്ന് എല്ലാവരും നല്ല കുട്ടികളായിരുന്നു കേട്ടോ. ഇങ്ങനെ ടീനേജ് കുട്ടികളൊക്കെ അല്ലേ, അവരുടെയൊക്കെ ഒപ്പത്ത് നമുക്ക് എത്താൻ ഇച്ചിരി പാടായിരുന്നു. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മുടെ എന്താ പറയുക മെയിൽ കാറ്റഗറി വന്നു. അതിൽ പിന്നെ അത്ര പിള്ളേരൊന്നുമല്ലോ, ഒരുവിധ മെഡൽസ് തന്നെയായിരുന്നു തോന്നുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും ഈ പറഞ്ഞ പോലെ മെയിൽസിൻ്റെയും ഒരുവിധം നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അസോസിയേഷൻ വൈസ് തന്നെയായിരുന്നു. അതും അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയൊന്നുമില്ല. നമുക്ക് 4th പൊസിഷനിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും കുറെ കഷ്ടപ്പെട്ട് അത് എത്തിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ പോലെ സമ്മാനദാന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും ജയിച്ച ആൾക്കാരുടെ അത് അനൗൺസ് ചെയ്തിട്ട് അവർക്കെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അപ്പൊ ഓരോ ആൾക്കാരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്നുണ്ടായിരുന്നു. ഓരോ അസോസിയേഷൻകാരെയായിട്ട് വെൽക്കം ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പൊ അതിനെയാണ് നമ്മളെയും വിളിച്ച് വെൽക്കം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് ഓരോ അത് ചെയ്ത ഓർഡറിനനുസരിച്ച് അവരെ വിളിച്ച് ഓരോരുത്തർക്കും പ്രൈസ് കൊടുത്ത് അങ്ങനെ വിടുകയായിരുന്നു. അതായത് ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഇങ്ങനെ നിർത്തി നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെഡലും എല്ലാം കൊടുത്തു. അങ്ങനെ ഓരോരുത്തർക്കുള്ള സമ്മാനദാനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുവിധം കുറച്ച് ഇതിലൊക്കെ നമുക്ക് NMCക്കാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നാഷണൽ ലെവലിൽ പങ്കെടുക്കാനായിട്ട് പോകണം. നാഷണൽ ലെവലിലും പങ്കെടുത്ത് അത്യാവശ്യം കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് തേർഡും ആയിട്ട് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമാണ് നാഷണലിൻ്റെ പരിപാടി നടക്കുന്നത് കേട്ടോ. അത് കാരണം എനിക്ക് കൂടുതൽ അപ്ഡേറ്റ് അറിയില്ല. കുറച്ച് അപ്ഡേറ്റിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു 3 എണ്ണത്തിൻ്റെ റിസൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്കറിയാം. ബാക്കിയുള്ളത് എനിക്കറിയില്ല. നല്ല അത്യാവശ്യം എന്താ പറയുക ഒരുപാട് അങ്ങനെ പങ്കെടുക്കൽ കുറവായിരുന്നു, ആൾക്കാർ കുറവായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് 1-2 പേരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് കൂടുതൽ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷമായിട്ട് കൂടി ആളുകൾ പങ്കെടുക്കുന്നത് കൂടുന്തോറും നമുക്ക് വിജയിക്കാനുള്ള ഒരു ചാൻസസും കൂടുമല്ലോ. അതിനുശേഷം ഉണ്ടല്ലോ ഓവറോൾ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഓവറോൾ പോയിന്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് അന്ന് ട്രോഫി കൊടുത്തത്, ബാക്കിയുള്ളവർക്ക് മെഡലാണ്. അപ്പോൾ അതിനകത്ത് NMCയിലെ ഒരു ചേച്ചിക്കും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചാമ്പ്യൻഷിപ്പ് എന്നും പറഞ്ഞിട്ട് ആ വലിയ ട്രോഫി ഇരിക്കുന്ന കണ്ടില്ലേ, ആ ട്രോഫീസ് ചാമ്പ്യൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇങ്ങനെ ഓരോ പോയിന്റ്സ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫസ്റ്റും സെക്കൻഡും തേർഡും അസോസിയേഷൻകാർക്കായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ എല്ലാം ഒരു തുടക്കമല്ലേ, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ. അങ്ങനെ ഒരുപാട് ഇവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ല അങ്ങനെയല്ല, അവർ കളിച്ച് ജയിച്ചു തന്നെയാണ് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അപ്പം ഇനി ഓരോ തവണയും നമ്മൾ മികച്ചതാക്കാനായിട്ടാണല്ലോ പരിശ്രമിക്കേണ്ടത്. അങ്ങനെ അടുത്ത തവണ നമുക്ക് പരിശ്രമിച്ച് മുന്നോട്ട് പോവാം. അപ്പം അത്രയേ ഉള്ളൂ.
അപ്പൊ അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഇനി ഏകദേശം 1.5 മണിക്കൂറിന്റെ യാത്രയുണ്ട്. അപ്പൊ ഈ കാണുമ്പോണ്ടല്ലോ നമ്മൾ വിചാരിക്കുമ്പോൾ പകലാണ് എന്ന് വിചാരിക്കും, ഒട്ടും അല്ല കേട്ടോ. സമയം ഞാനിവിടെ നമ്മുടെ കാറിനകത്തുള്ള ടൈം ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം ഒരു 7:30 എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും നല്ല വെളിച്ചമുണ്ട്. കണ്ടോ, 7:51, 8 മണി ആവാറായിട്ടുണ്ട്. നല്ല വെളിച്ചമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്രയും സൺലൈറ്റ് ഒക്കെ നല്ല കൂടുതലാണ് ഇപ്പം. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.